നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ നമ്മൾ കണക്കാക്കണം. അതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മെത്തേഡാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ അഡ്വാൻസ് മാത്സിലെ മെൻസുറേഷൻ തുടങ്ങിയിട്ടുള്ള പല ടോപ്പിക്കുകളിലും നമ്മൾ ഡിജിറ്റൽ സമ്മിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളൊന്നും ഇതിൽ പഠിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതൊന്നുമില്ല. ഒരു നമ്പർ എടുത്തു, ഫോർ എക്സാമ്പിൾ 1 2 3 4, അതായത് 1234. ഈ 1234 എന്ന് പറയുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 12 നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പഠിച്ചു തന്നിട്ടുള്ളതാണ്. 12 ഒരു തവണ 9, ബാക്കി എന്ത് വന്നു? 3. 33 എത്ര തവണയാ? 3 തവണ 27, ബാക്കി എന്താണ്? 6. പിന്നെ 4 കൂടെ താഴത്തേക്ക് ഇറക്കിയിട്ടാൽ 64. എത്ര തവണയാ? 7 തവണ 63. റിമൈൻഡർ എത്രയാണ്? 1 ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്, അല്ലെ? ഈ 1 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്രയും അധികം പ്രോസസ്സ് ചെയ്തത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. 1234 അല്ലേ? ഇതിനെ 9 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണേ? ഇതിന്റെ എല്ലാ ഡിജിറ്റും കൂടെ ആഡ് ചെയ്യേ. 1 + 2 3, 3 + 3 6, 6 + 9 എത്രയാണ്? 10. ഈ 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ? 1 അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഡിജിറ്റൽ സം. ഒരു സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ്സിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ആ സംഖ്യയുടെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത്. സോ ഇവിടെ 10നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 1 കിട്ടിയത്. ഇതിനെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 എന്ന് പറയുന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ 1 + 0 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ? 1 അല്ലേ? ഇതും എന്തിൻ്റെയാണ്? റിമൈൻഡർ തന്നെയാണ്. അത് രണ്ടും സെയിം അല്ലേ? ഇതും സെയിം അല്ലേ? അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇവിടെ 2 3 7 8 5 ഈ നമ്പറിന്റെ ഡിജിറ്റ് സം എന്താ? ഡിജിറ്റൽ സം എന്താ? അതായത് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്ത്? ഡിജിറ്റൽ സം. അപ്പൊ ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാനായിട്ട് നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യേ. 2 + 3 + 7 + 8 + 5 എത്രയാ? 25. 25 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഒന്നുകിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ എത്രയാ? 7 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 25 അല്ലേ ഡിജിറ്റൽ സം? അതിലെ 2നെയും 5നെയും കൂടെ ആഡ് ചെയ്തു. എത്ര വരിക? 7. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഈ 23,785 എന്ന് പറയുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്ത്? 7. അതിനായിട്ട് ഈ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണോ? വേണ്ട. എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് 7 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ ആണോ?